കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീലയുടെ ഭർത്താവായ ശേഖരനെ സുശീലയും ഹർഷയും കൂടി ഒഴിവാക്കാൻ രാധാമണി എന്ന സ്ത്രീയെ ഇറക്കുന്നത് അനുപമ കണ്ടുപിടിക്കുന്നു. രാധാമണിയെക്കുറിച്ച് ധനനോട് അനുപമ തിരക്കുന്നു. ധനന്റെ നാട്ടുകാരിയാണ് രാധാമണി എന്ന് മാത്രമേ ധനൻ അറിയൂ. ധനന്റെ വണ്ടി തട്ടിയാണ് ശേഖരൻ വീണത്. ധനന്റെ യഥാർത്ഥ സ്വഭാവം പോലെ തന്നെ അയാൾ ശേഖരനെ തിരിഞ്ഞു നോക്കിയില്ല. വഴിയിൽ വണ്ടി മുട്ടിക്കിടന്ന ശേഖരനെ അനന്തൻ മാഷും ദാസാറും കാണുന്നു. അവരാണ് ശേഖരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. സുശീലയുടെ വീട്ടിൽ മക്കളെ കാണാൻ ചെല്ലുന്ന ശേഖരനെ സുശീല കള്ളനാക്കുന്നു. സ്വന്തം അച്ഛനാണെന്നറിയാതെ സത്യൻ ശേഖരനെ ഓടിച്ചെങ്കിലും ശേഖരൻ വണ്ടി മുട്ടി അനന്തൻ മാഷിന്റെ അടുക്കൽ ചെന്നെത്തുമെന്ന് സുശീലയും ഹർഷയും കരുതിയില്ല. രാധാമണി ശേഖരന്റെ ഭാര്യയല്ല എന്ന് അനുപമ മനസ്സിലാക്കിയത് കുഞ്ഞമ്മയുടെ സഹായത്തോടെയാണ്. കുഞ്ഞമ്മ പത്രത്തിൽ അജ്ഞാതനായ ഒരാൾ വണ്ടിമുട്ടി ആശുപത്രിയിലായെന്ന് കണ്ട ശേഖരനെ എവിടെയോ കണ്ട മുഖമായി കുഞ്ഞമ്മയ്ക്ക് ഓർമ്മ വരുന്നു. ഒടുവിൽ കുഞ്ഞമ്മ ആളെ ഓർത്തെടുക്കുന്നു. അയാൾ സുശീലയുടെ ഭർത്താവായ ശേഖരനാണെന്ന് കണ്ടെത്തുന്നു. ഉടനെ തന്നെ അനുപമയെ വിളിച്ച് വിവരമറിയിക്കുന്നു. സുശീലയുടെ ഭർത്താവ് ശേഖരൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്ന് അനുപമയോട് പറയുന്നു. ഇന്ദ്രേട്ടന്റെ അച്ഛനെ എത്രയും വേഗം കണ്ടെത്താൻ പല നീക്കങ്ങളും അനുപമ നടത്തിയെങ്കിലും സുശീലയുടെ കുതന്ത്രങ്ങൾക്ക് മുൻപിൽ ശേഖരനെ കണ്ടെത്താൻ അനുപമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. സുശീലയ്ക്ക് എല്ലാ കുതന്ത്രങ്ങൾക്കും കുടപിടിച്ചു കൊടുക്കുന്ന ഹർഷയുടെ ബുദ്ധിയാണ് ശേഖരന്റെ ഭാര്യയായി അഭിനയിക്കാൻ രാധാമണിയെ അയക്കുന്നത്. കണ്ടാൽ തന്നെ ഗുണ്ട പോലുള്ള രാധാമണിയെ ഭയന്നിട്ടാണോ എന്നറിയില്ല ശേഖരൻ ആരോടും ഒന്നും പറഞ്ഞില്ല. മര്യാദക്ക് മിണ്ടാതെ അടങ്ങിക്കിടന്നോളണമെന്ന് രാധാമണി ശേഖരനോട് പറയുന്നു. അനാരോഗ്യവാനായ ശേഖരന് മക്കളെ ഒന്നും കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വരുന്നതെങ്കിലും സുശീല മക്കളുടെ മുൻപിൽ 2 പ്രാവശ്യം ശേഖരനെ കള്ളനാക്കി ചിത്രീകരിച്ചു. എന്തായാലും രാധാമണിയുടെ ഗുണ്ടായുസത്തിന് മുൻപിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ശേഖരൻ രാധാമണിയുടെ കൂടെ പോകാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ശേഖരൻ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അനന്തൻ മാഷും ദാസാറും എത്തുന്നു. അവർക്കൊന്നും രാധാമണിയുടെ കള്ളക്കളികൾ മനസ്സിലാകുന്നില്ല. പോകുന്നതിന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ എഴുതി കൊടുത്തതിന് ശേഷമേ ശേഖരനെ ഈ നാട്ടിൽ നിന്നും കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പോലീസ് രാധാമണിയോട് പറഞ്ഞിരുന്നു. രാധാമണിയോട് പോലീസ് ആധാർ കാർഡ് ചോദിച്ചതുകൊണ്ട് രാധാമണി പെട്ടു. പിന്നെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് രാധാമണി പറഞ്ഞെങ്കിലും പോലീസ് സമ്മതിക്കുന്നില്ല. അനുപമയുടെ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ രാധാമണിയെ ചോദ്യം ചെയ്യുന്നതോടെ രാധാമണി അവിടെ നിന്നും ഓടുന്നു. 2 പോലീസുകാർ പുറകെ ഓടിയെങ്കിലും രാധാമണി രക്ഷപ്പെടുന്നു. 2 പോലീസുകാർക്ക് രാധാമണിയെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. രാധാമണി രക്ഷപ്പെട്ടാലല്ലേ സുശീലയും ഹർഷയും രക്ഷപ്പെടൂ. സുശീലയാണ് ഇതിന്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് സുശീലയുടെ പേരിൽ കേസെടുക്കാനും കഴിയില്ല. ശേഖരനെ അനുപമ ദാസാറിന്റെ വീട്ടിലെത്തിക്കുന്നു. തൽക്കാലം ശേഖരനെ എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇന്ദ്രേട്ടന്റെ അച്ഛനാണ് ശേഖരനെന്ന് അനന്തൻ മാഷിനോടും ദാസാറിനോടും അനുപമ പറയുന്നു. എല്ലാം അതിശയമായി അവർക്ക് തോന്നുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.